ഒരുപാട് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഈ ക്രേ പേപ്പേഴ്സ് ഒരു ഉപയോഗമില്ലാതെ ഇങ്ങനെ അടുക്കി കൂട്ടി വെച്ചിരിക്കുകയാണ്. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് മേടിച്ച് കൂട്ടുന്നതാണ്. ഇപ്പോൾ ക്രാഫ്റ്റൊന്നും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കുറേ ദിവസമായി ഞാനങ്ങനെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് കിട്ടിയതാണ്. ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡിനകത്തിട്ട് ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. പൊടിയൊക്കെ പിടിച്ചിട്ട് ഇനിയും അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇന്ന് ഒന്നി കീറിപ്പോവും, ഇല്ലെങ്കിൽ ചെത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ, കളയാനായിട്ട് മനസ്സില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കാൻ, കളയുന്നതിനേക്കാളും അതെല്ലാം നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒറിഗാമി ഷീറ്റ് വെച്ചിട്ട് തണ്ടുണ്ടാക്കി നീളത്തിനൊരു ഭാഗം കട്ട് ചെയ്ത് ഇതുപോലെ തണ്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു നല്ലൊരു കളറാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഒരു വീഡിയോയിൽ ലാവൻഡർ കളറായിട്ടല്ല കാണുന്നതെങ്കിലും ഇതൊരു ലാവൻഡർ കളറാണ്, നല്ല രസമുള്ളൊരു കളറാണ്. പക്ഷേ ഇതൊക്കെ അത്ര പഴകിയ പേപ്പറൊന്നുമല്ല, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒരുവിധം നല്ല പഴക്കം ചെന്ന പേപ്പറാണ്. 5-6 വർഷമൊക്കെ പഴക്കമുള്ളതാണ്. ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയം തൊട്ടേ മേടിച്ചിട്ടുള്ള പേപ്പേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ പല പല നിറത്തിൽ കട്ട് ചെയ്ത് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്യൂലിപ്പ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ കുഞ്ഞു മക്കൾക്ക് പോലും ഈസി ആയിട്ട് അറിയാം. പിന്നെ ഇനി ലീഫ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പം ഇങ്ങനെ ഈ ക്രേ പേപ്പർ എടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ്സൊക്കെ പോയിട്ട് ഇങ്ങനെ കുഴകുഴാന്നായി. ഇത് പഴയ പേപ്പർ ആയതുകൊണ്ട് ഇനി അതിൽ ലീഫ് ഉണ്ടാക്കിയാൽ ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കത്തില്ല. അപ്പം ഞാൻ വെച്ചു അതും ഓർഗാമി ഷീറ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് റോസൊക്കെ ഉണ്ടാക്കുന്നതിന് ഫീനിക്സ് ഷീറ്റുണ്ട്, ക്രേ പേപ്പറിനെക്കാളും വില കൂടിയതും കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു പേപ്പറാണ്. അത് കുറച്ചും കൂടെ കട്ടിയുള്ളതാണ്. അതും ഈ കൂട്ടത്തിലുണ്ട്. ഒരു റെഡ് ഉണ്ട്, ഒരു വൈൻ റെഡ് പോലെയൊക്കെ തോന്നിക്കുന്ന റോസസ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ, എല്ലാ കളേഴ്സും മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനിത് പഴയ ഒരു ഫ്ലവർ വേസിൽ ഞാൻ കുറച്ച് ക്രേ പേപ്പർ വെച്ച് തന്നെ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇതും എനിക്ക് തോന്നുന്നു ഒരു 4 വർഷമെങ്കിലും പഴക്കമുണ്ട്. അതങ്ങനെ നരച്ച് അത് പൊടിയൊക്കെ പിടിച്ചൊരു പരുവായി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഫ്ലവർ അതെടുത്ത് മാറ്റിയിട്ട് ഇതിലോട്ട് തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ, പല പല കളേഴ്സ് ആയപ്പോഴത്തേക്ക് നല്ല ഭംഗിയില്ലേ. ഒരൊറ്റ കളർ ചെയ്യുന്നതിനേക്കാളും ഇത് നല്ല ഭംഗിയില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യണം. പ്രത്യേകിച്ച് കുട്ടീസ് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം.